കണ്ടല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റർനെറ്റിലുടനീളം കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ വീഡിയോ. ആദ്യമായി ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പലർക്കും സംശയം ആ വ്യക്തിയിലേക്കായിരിക്കും പോയത്. തെറ്റ് ചെയ്തത് അവനാണ് എന്ന് ഉറപ്പായും നിങ്ങളൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാണുന്ന നമ്മുടെ കണ്ണിന് മുന്നിൽ ഒരു വീഡിയോ തെളിവുണ്ടെന്ന വിശ്വാസമാണ് നമ്മൾ വച്ചിരിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം നോക്കുക. ഈ വീഡിയോ കുറച്ചുകൂടെ ഒന്ന് ശാന്തമായി ഓരോ ഫ്രെയിമും സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഒരു വ്യക്തത ലഭിക്കും. ഒരു പക്ഷേ നിങ്ങൾ എടുത്ത തീരുമാനം തന്നെ തെറ്റായിരിക്കാം. കാരണം നിങ്ങൾ കണ്ട ഈ വീഡിയോ ഒരു ജീവൻ എടുത്തിരിക്കുകയാണ്. ഒരു സെയിൽസ് മാനേജറുടെ മരണത്തിനും ഈ 29 സെക്കൻഡ് വീഡിയോയ്ക്കും എന്താണ് ബന്ധം? കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവം സോഷ്യൽ മീഡിയ ഒരാൾക്ക് നീതി നൽകുകയാണോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ ജഡ്ജിയായി മാറി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുകയാണോ എന്നൊരു വളരെ വലിയ ഗൗരവമേറിയ ചോദ്യം ഉയർത്തുകയാണ്. നിങ്ങളിൽ പലരും ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഈ വീഡിയോയിൽ മറഞ്ഞു കിടക്കുന്ന മറ്റൊരു വശമുണ്ട്. അതെന്താണ്? അതിന് പിന്നിലെ മുഴുവൻ സത്യങ്ങൾ തീർച്ചയായും അത് നിങ്ങളെ ഞെട്ടിക്കും. ജനുവരി മാസം 16-ാം തീയതി കേരളത്തിലെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് പോകുന്ന ഒരു സ്വകാര്യ ബസ്. ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും ബസിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. കാലുകുത്താൻ പോലും ഇടമില്ലാത്ത അത്ര തിരക്ക്. ഈ തിരക്കിനിടെയാണ് ഷിംജിത എന്ന യുവതിയും 42 വയസ്സുള്ള ദീപക് എന്ന വ്യക്തിയും ഒരുപാട് അടുത്ത് നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഷിംജിത തന്റെ മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ആ യുവതിയുടെ ആരോപണം എന്തെന്നാൽ ദീപക് അയാളുടെ മുഴങ്കൈ ഉപയോഗിച്ച് തന്നെ ഉദ്ദേശപൂർവ്വം സ്പർശിച്ചു എന്നാണ്. ഇത് ഒരു ഇന്റൻഷണൽ ടച്ച് ആണെന്നും അവർ പറയുന്നു. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർക്ക് പോലും അങ്ങനെ തന്നെയാകും തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ വീഡിയോ കുറച്ചുകൂടെ സൂക്ഷ്മമായി നോക്കിയാൽ ഇത് ഉദ്ദേശപൂർവമായ ഒരു സ്പർശമല്ല എന്ന് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഇപ്പോൾ വീഡിയോ ഞാൻ വീണ്ടും പ്ലേ ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആദ്യം ദീപക് സ്പർശിച്ചു എന്ന് പറഞ്ഞ ആ സമയത്ത് ആ സ്ത്രീ ഉറക്കെ നിലവിളിച്ചോ, കരഞ്ഞോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചോ? ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അയാളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടോ? അതും സംഭവിച്ചില്ല. അതിന് പകരം ആ യുവതി വളരെ ശാന്തമായി തന്റെ ഫോൺ എടുത്ത് ദീപകിനെ ഒരു കുറ്റവാളിയെ പോലെ വീഡിയോ എടുക്കാൻ തുടങ്ങി. സാധാരണയായി ആരെങ്കിലും നമ്മളോട് തെറ്റായി പെരുമാറിയാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഉറക്കെ ചോദിക്കില്ലേ? പക്ഷെ അവിടെ ആ യുവതിക്ക് ലക്ഷ്യം വീഡിയോ എടുക്കുക മാത്രമായിരുന്നു. അവിടെ അവൾ ശബ്ദമുയർത്തിയില്ല. പക്ഷെ അവൾ ആ വീഡിയോ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തതോടെ ലോകം മുഴുവനും ശബ്ദമുയർത്താൻ തുടങ്ങി. ഒരു പക്ഷെ അവൾ അവിടെ തന്നെ ശബ്ദമുയർത്തിയിരുന്നെങ്കിൽ ദീപക്കും അവിടെ തന്നെ തൻ്റെ ഭാഗം വിശദീകരിച്ചേനെ. പക്ഷെ ഒന്നും പറയാതെ ശാന്തമായി വീഡിയോ എടുത്ത് വീട്ടിലെത്തിയ ഉടൻ തന്നെ അത് അപ്ലോഡ് ചെയ്തത് തന്നെയാണ് ഇന്ന് ഒരു നിരപരാധിയായ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ആദ്യ പടിയായി മാറിയത്. അതെങ്ങനെ ശരിയാകും? നിരപരാധി എന്നെങ്ങനെ പറയാൻ സാധിക്കും? ഇതുവരെയും അതിന് തെളിവൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീഡിയോയിലെ ആ പെൺകുട്ടിയുടെ മുഖം ഒന്ന് സൂക്ഷ്മമായി നോക്കുക. ആ സ്ത്രീക്ക് ലൈംഗിക പീഡനം സംഭവിക്കുമ്പോൾ അവളുടെ മുഖത്ത് എന്തായിരിക്കും കാണുക? ഭയം, ആശങ്ക, അല്ലെങ്കിൽ ദേഷ്യം, അല്ലേ? പക്ഷെ ഈ വീഡിയോയിൽ അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയാണ് കാണുന്നത്. ഇന്ന് നമുക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടി എന്ന തരത്തിലുള്ള ഒരു ഉത്സാഹം അവളുടെ കണ്ണുകളിൽ കാണാം. അതെ, ഇൻസ്റ്റഗ്രാമിൽ അവൾ ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ആരെങ്കിലും നമ്മളെ ഒന്ന് ഇടിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അവിടെ നിന്നും മാറി നിൽക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ അവൾ ചെയ്തത് എന്താണെന്നോ? ദീപകിന്റെ മുഴങ്കൈ ഇനിയും വ്യക്തമായി തനിക്ക് തട്ടുന്ന രീതിയിൽ സ്വയം ശരീരം മുന്നോട്ടാക്കി അവൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം. ഫോൺ ഇങ്ങനെ പിടിച്ച് മുന്നോട്ടും പിന്നോട്ടും നീങ്ങി അവൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇത് യാദൃശികമാണോ? അല്ലെങ്കിൽ ദീപകിനെ വീഡിയോയിൽ കൊടുക്കാനായി വിരിച്ചൊരു വലയാണോ? വീഡിയോയിൽ തന്നെ കാണാം, ബസ് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. എല്ലാവരും തിരക്കോടെ ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. ദീപക്കും അവിടെ നിന്നും നീങ്ങാൻ പോലും ആകാതെ കഷ്ടപ്പെടുകയാണ്. പക്ഷെ അവൾ അതിനെ തന്നെ അനുകൂലമായി ഉപയോഗിക്കുന്നു. ഇവിടെ തന്നെ നിൽക്കണം, എങ്കിൽ മാത്രമേ വീഡിയോ ക്ലിയറായി കിട്ടുകയുള്ളൂ എന്ന ഒരു നിലപാടിലാണ് അവൾ അവിടെ ചെന്ന് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് യാദൃശികമായി നടന്ന ഒരു അതിക്രമം പോലെ തോന്നുന്നില്ല. വ്യൂസിനായി, ലൈക്കുകൾക്കായി ഒരു നിരപരാധിയായ മനുഷ്യനെ ഉദ്ദേശപൂർവ്വം കുടുക്കിയതുപോലെയാണ് തോന്നുന്നത്. ഇതിൽ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം.
ദയവായി സൂക്ഷ്മമായി തന്നെ നോക്കുക. ഈ വീഡിയോയിൽ ദീപകിന്റെ ഇടത് കൈയിൽ ഒരു ബാഗ് പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബസ് സ്റ്റോപ്പിൽ എത്തിയ ഉടൻ തന്നെ അദ്ദേഹം ആ ബാഗോടുകൂടി താഴെ ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. കയ്യിൽ ഒരു ബാഗ് പിടിച്ച് ഇത്രയും തിരക്കുള്ള ഒരു വഴിയിലൂടെ ഇറങ്ങുമ്പോൾ അറിയാതെ യാദൃശികമായി അദ്ദേഹത്തിന്റെ കൈ ആ സ്ത്രീയുടെ ശരീരത്തിൽ തട്ടുന്നു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബാഗ് പിടിച്ച് തിരക്കുള്ള ബസ്സിനുള്ളിൽ നിൽക്കുമ്പോൾ, അത് ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കൈ സ്വാഭാവികമായും പിന്നിലേക്കാണ് പോവുക. അത് ഓട്ടോമാറ്റിക്കായിട്ടും സംഭവിക്കുന്നതാണ്. ഇങ്ങനെ തിരിഞ്ഞും വളഞ്ഞുമൊക്കെ നിൽക്കുമ്പോൾ കൈയുടെ ചലനം കുറച്ച് കൂടുതൽ ദൂരത്തേക്ക് പോകും. മുന്നിലേക്ക് ചേർത്ത് വച്ച് സൗകര്യപ്രദമായി ഇറങ്ങാനൊന്നും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതേ രീതിയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത്. ഇത് ഏത് സാധാരണ മനുഷ്യനും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളിൽ പലർക്കും ഇത്തരം സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. അറിയാതെ നമ്മുടെ കൈ പക്കൽ നിൽക്കുന്നവരുടെ മേൽ തട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആ യാദൃശിക നിമിഷത്തെ അവൾ ഒരവസരമായി മാറ്റിയെടുത്തു. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ദീപക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ പിന്നിൽ ഒരുപാട് സ്ഥലം, ഒരു നല്ലത്ര സ്ഥലം അങ്ങനെ ഒഴിവായി ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നാൽ ആ സ്ത്രീയുടെ ഇടതുവശത്ത് മതിയാവോളം സ്ഥലം ഉണ്ടായിരുന്നു എന്നർത്ഥം. അവൾ ആഗ്രഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ അവൾ അത് ചെയ്തില്ല. കാരണം അവൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയായിരുന്നല്ലോ. ദീപകിന്റെ മുഴങ്കൈ ഇനിയും വ്യക്തമായി തനിക്ക് തട്ടുന്ന രീതിയിൽ അവൾ തന്നെയാണ് ശരീരം മുന്നോട്ടാക്കി നെഞ്ചുയർത്തി കണ്ടന്റിനായി തന്നെ ഒരു ഉരസൽ നടത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. ആ സിറ്റുവേഷൻ പൂർണ്ണമായും അവൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഈ വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ, ദീപക് താഴെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നത് കാണാം. അദ്ദേഹത്തിന് തന്നെ ആ ഒരു സ്പർശം അനുഭവപ്പെട്ടിട്ടുണ്ട്. തിരക്കിൽ അറിയാതെ ഇടിച്ചു പോയല്ലോ എന്ന തരത്തിലുള്ള ഒരു ധർമ്മസങ്കടം അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമായി കാണാം. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വശത്തേക്ക് നോക്കി അങ്ങ് താഴെ ഇറങ്ങുന്നത്. പക്ഷെ അതേസമയം ആ സ്ത്രീ വീഡിയോ കട്ട് ചെയ്യുന്ന നിമിഷം അവളുടെ മുഖമൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്തോ വലിയൊരു കാര്യം നേടിയതുപോലുള്ള ഒരു അഭിമാനഭാവം. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വീഡിയോ കിട്ടിയെന്ന ഒരു വിജയ സന്തോഷം അവളുടെ മുഖത്ത് വളരെ വ്യക്തമായി കാണാം. ഇത് ലൈംഗിക പീഡനത്തിൽ നിന്നും വേദന അനുഭവിച്ച ഒരു സ്ത്രീയുടെ മുഖഭാവമല്ല. പകരം ഒരു വൈറൽ കണ്ടന്റ് കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ മുഖഭാവമാണ്. ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ അവൾക്ക് പ്രധാനമായത് ആ 2 മില്യൺ വ്യൂസ് ആണ്. അതെ, ജനുവരി മാസം 16 രാത്രി വീട്ടിലെത്തിയ ഉടൻ തന്നെ ആ സ്ത്രീ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷെ അത് ഇൻസ്റ്റഗ്രാമിൽ കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. ഒറ്റ ദിവസം കൊണ്ട് 2 മില്യൺ വ്യൂസ്. ഇതിൽ ഏറ്റവും ക്രൂരമായ കാര്യം എന്തെന്നാൽ, ആ വീഡിയോ കണ്ട 20 ലക്ഷം പേരിൽ ഒരാൾ പോലും അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ പോലും തയ്യാറായില്ല. കമന്റ് ചെയ്ത എല്ലാവരും നീതിപതികളായി മാറി. ദീപകിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവനാണ് ആ കാമദേവൻ, കേരളത്തിന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തിയവൻ എന്നിങ്ങനെ കമന്റ് സെക്ഷനിൽ ഒരു ഡിജിറ്റൽ വേട്ട തന്നെയാണ് നടന്നത്. ആ ഒരു ഒറ്റ രാത്രിയിൽ ഒരു സാധാരണ സെയിൽസ് മാനേജറായിരുന്ന ദീപക് മുഴുവൻ കേരളത്തിന്റെയും മോസ്റ്റ് വാണ്ടഡ് കുറ്റവാളിയായി മാറുന്നു. ദീപകിന്റെ മൊബൈൽ ഫോൺ നിർത്താതെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് പോലും നിരവധി മെസ്സേജുകൾ വരുന്നു. ഒപ്പം ജോലി ചെയ്യുന്നവരും സുഹൃത്തുക്കളും ആ വീഡിയോ അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്തു. അളിയ, ഇത് നീ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടാകുമെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നിയമപരമായി ഒരാൾ കുറ്റം ചെയ്താൽ കോടതി ശിക്ഷ വിധിക്കും. പക്ഷെ ഇവിടെ ഇന്റർനെറ്റ് ദീപകിന് സോഷ്യൽ ഡെത്ത് സെന്റൻസ് വിധിച്ചു. ഇതിലേറ്റവും ദാരുണമായ കാര്യം എന്തെന്നറിയണ്ടേ? ദീപകിന് തൻ്റെ വശം പറയാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല. കാരണം സോഷ്യൽ മീഡിയയ്ക്ക് സത്യം പ്രധാനമല്ല, വൈറലാക്കണം എന്നുള്ളതാണ് പ്രധാനം. നെറ്റിസന്മാർ ഇത്രയും രോഷാകുലരാകാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ഷിംജിത വീഡിയോയിൽ തന്നെ ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് വിശ്വസിച്ചാണ് നെറ്റിസന്മാരും ഇത്രയും ആക്രമണകാരികളായത്. പക്ഷേ ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ആ സ്ത്രീ ആ ദിവസം ഒരു പരാതി പോലും നൽകിയിരുന്നില്ല. പരാതി പോലും നൽകാതെ ഒരു മനുഷ്യന്റെ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി അയാളെ അപമാനിക്കുന്നത് എങ്ങനെയാണ് നീതി? ഒരു സ്ത്രീയുടെ സുരക്ഷ തീർച്ചയായും പ്രധാനമാണ്. പക്ഷെ ആ സുരക്ഷയെ ഒരു ആയുധമാക്കി മാറ്റി ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുന്നത് ന്യായമാണോ? ദീപക് 42 വയസ്സുള്ള ഒരാളാണ്. 15 വർഷം കഷ്ടപ്പെട്ട് സമ്പാദിച്ച മാനവും പ്രതിഷ്ഠയും ആ 26-29 സെക്കൻഡ് വീഡിയോയിൽ ഒറ്റയടിക്കില്ലാതായി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഈ ലോകം വിശ്വസിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരുന്നോ എന്തോ. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് ആ ദുഃഖകരമായ അവസാനം മുഴുവൻ കേരളവും കാത്തുനിന്നു. അതെ, ഞായറാഴ്ച രാവിലെ 7 മണിക്ക് കോഴിക്കോടുള്ള ദീപകിന്റെ വീട് വളരെ ശാന്തമായിരുന്നു. എപ്പോഴത്തെയും പോലെ അന്ന് രാവിലെ അദ്ദേഹത്തിന്റെ അമ്മ മുറിയുടെ വാതിൽ തട്ടി. പക്ഷെ അകത്തു നിന്നും
ഒരു പ്രതികരണം ഉണ്ടായില്ല. മനസ്സിനുള്ളിൽ എന്തോ തെറ്റായി സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു തോന്നൽ വന്നതോടെ അടുത്ത് താമസിക്കുന്നവരെ വിളിച്ച് വാതിൽ തകർത്ത് അകത്തേക്ക് കയറുന്നു. അകത്ത് കയറി അവർ കണ്ട കാഴ്ചയിൽ ആ വീട് മുഴുവനും മരവിച്ചു പോകുന്നു. ദീപക് തന്നെ ജീവനൊടുക്കിയ നിലയിലാണ്. ആ 29 സെക്കൻഡ് വീഡിയോ 42 വയസ്സുള്ള ഒരു മനുഷ്യനെ അവന്റെ 70 വയസ്സുള്ള അമ്മയെ അനാഥമാക്കി ഇട്ടിരിക്കുന്നു. ദീപകിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ആ വീഡിയോ വൈറലായതിന് പിന്നാലെ തന്നെ ദീപക് അതീവമായ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലടാ, പക്ഷെ ആ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും എന്നെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഇനി ഞാൻ എങ്ങനെ പുറത്ത് മുഖം കാണിച്ച് നടക്കും എന്നദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ, മറ്റൊരു വശത്ത് നാട്ടുകാരുടെ സംശയനോട്ടങ്ങൾ. ദീപക് തൻ്റെ വശം പറയാൻ ശ്രമിച്ചെങ്കിലും ആ വീഡിയോയുടെ റീച്ച് അവനെ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പോലും അദ്ദേഹം ബലഹീനനായി. കാരണം ലോകം ഇതിനകം തന്നെ അദ്ദേഹത്തെ കുറ്റവാളിയായി വിധിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. ദീപക് മരിച്ച ശേഷം മാത്രമാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. ദീപകിന്റെ കുടുംബം ആ സ്ത്രീയായ ഷിംജിതയ്ക്കെതിരെയും പരാതി നൽകിയിരുന്നു. എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ വീഡിയോയും ആ സ്ത്രീയുടെ വ്യാജ ആരോപണവുമാണ് മകനെ കൊന്നത് എന്ന് അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞ് കരയുകയാണ്. സത്യം പറയട്ടെ, ആ അമ്മ മകന്റെ ശരീരം കെട്ടിപ്പിടിച്ച് കരയുന്ന ആ വീഡിയോ അതെനിക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക, എങ്ങനെയാണ് അവർ നിലവിളിച്ച് കരയുന്നത് എന്ന്. അവർക്ക് ഏകദേശം 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകുമെന്ന് തോന്നുന്നു. എന്നാൽ സ്വന്തം കുഞ്ഞിനെ കൊഞ്ചുന്നത് പോലെ കരഞ്ഞ് തളരുകയാണ്. ദീപക് ജീവൻ ഒടുക്കിയെന്ന വാർത്ത കേരളം മുഴുവനും പടരുന്നു. ഇതുവരെയും ദീപകിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന അതേ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഷിംജിതയ്ക്കെതിരെ തിരിയാൻ തുടങ്ങി. ഒരു മനുഷ്യൻ മരിച്ചല്ലോ, ഇതിന്റെ ഉത്തരവാദി ആര് എന്ന ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സമ്മർദ്ദത്തിനിടയിലാണ് ഷിംജിത ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ആ വീഡിയോയിൽ അവൾ പറഞ്ഞത് വളരെ ശാന്തമായ, തണുത്ത, വികാരഭരിതമായ ഒരു ശൈലിയിലാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ജീവൻ ഒടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ അദ്ദേഹം എന്നോട് തെറ്റായി പെരുമാറിയത് സത്യമാണ്. ഞാൻ നൽകിയ പരാതിയിൽ നിന്നും പിന്മാറില്ല എന്ന അവൾ ഉറച്ച നിലപാടിലാണ്. അതുമാത്രമല്ല, ബസ്സിൽ തിരക്ക് കുറവായിരുന്നപ്പോൾ പോലും അദ്ദേഹം ഉദ്ദേശപൂർവ്വം എന്നെ ഉരസിയിരുന്നു എന്നാണ് അവളുടെ വാദം. പക്ഷേ ഒറിജിനൽ വീഡിയോ നോക്കിയാൽ ബസ്സിൽ തിരക്ക് അത്യന്തം കൂടുതലായിരുന്നു. ദീപക് മരിച്ച ശേഷം നൽകിയ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ വേറൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടെ അവൾ പറയുന്നു. ദീപക് ഇതുപോലെ മുൻപ് മറ്റൊരു സ്ത്രീയെ ഇടിച്ചത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എന്നാണ് അവളുടെ വാദം. ഇത് മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെയാണ് ഒരു ലോജിക് തകരുന്നത്. ഷിംജിത പറഞ്ഞ മറ്റൊരു സ്ത്രീ ഇതുവരെ എന്തുകൊണ്ട് പോലീസിനെ സമീപിച്ചില്ല? അവൾ അന്ന് ബസ്സിൽ ശബ്ദമുയർത്താതിരുന്നത് എന്തുകൊണ്ടാണ്? അതുമാത്രമല്ല, ആ ബസ്സിൽ അന്ന് ഏകദേശം 50 പേർ ഉണ്ടായിരുന്നിരിക്കണം. അവരിൽ ഒരാൾ പോലും ഇതൊന്നും കണ്ടില്ലേ? അപ്പോൾ ദീപക് മരിച്ചതിന് ശേഷം ഷിംജിത പറയുന്ന ഈ കാര്യങ്ങളെല്ലാം സത്യമാണോ? അല്ലെങ്കിൽ ജനങ്ങളുടെ സംശയം തന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞതോടെ സ്വയം രക്ഷപ്പെടാൻ അവൾ പറയുന്ന കഥയാണോ ഇത്? ഞാനത് പറയാനുള്ള കാരണം, ആദ്യമായി അവൾ അപ്ലോഡ് ചെയ്ത വൈറൽ വീഡിയോയിൽ അവൾ പറഞ്ഞത് എന്തായിരുന്നു? ബസ്സിൽ നിന്നും ഇറങ്ങിയ ഉടൻ ഞാൻ പോലീസിൽ പരാതി നൽകിയെന്നായിരുന്നു അവളുടെ വാക്കുകൾ. പക്ഷെ യഥാർത്ഥ സത്യം എന്തെന്നാൽ ദീപക് മരിക്കുന്നത് വരെ ഇങ്ങനെ ഒരു പരാതി പോലും പോലീസ് രേഖകളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അവിടെ സംഭവിച്ചത് ലൈംഗിക അതിക്രമമാണോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വ്യൂസിനായി ഒരു മനുഷ്യനെ ഉദ്ദേശപൂർവ്വം കുടുക്കിയതാണോ? സത്യത്തിൽ ഇതിന് പിന്നിലെല്ലാം ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എടുത്ത ഒരു വീഡിയോ വളരെ വേഗത്തിൽ വൈറലായി. വിൻഡോ സീറ്റിലിരുന്ന ഒരു പെൺകുട്ടിയെ അരികിലിരുന്ന ഒരാൾ ഉദ്ദേശപൂർവ്വം മോശമായി നോക്കുന്നത് വ്യക്തമായി കാണാം. ആ വീഡിയോ അവൾ അപ്ലോഡ് ചെയ്തു, അതിവേഗം വൈറലായി. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരു വീഡിയോ, ഒരു പുരുഷന്റെ മുഴങ്കൈ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ തെറ്റായി തട്ടുന്നത് പോലെ കാണിച്ചിരുന്നു. അതും വലിയ രീതിയിൽ വൈറലായി. ഈ 2 സംഭവങ്ങളാണ് ഷിംജിതയെ ഇതേ മാതൃകയിൽ ഒരു വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പക്ഷേ തന്റെ ക്ലാരിഫിക്കേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ തന്നെ ഷിംജിത തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പബ്ലിക്കിൽ നിന്നും പ്രൈവറ്റ് ആക്കി മാറ്റി. അതുമാത്രമല്ല, ആദ്യമായി അപ്ലോഡ് ചെയ്ത വൈറൽ വീഡിയോ അവൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് കണ്ട ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്തിനാണ് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയത്? എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തത്? ഇതോടെ അവളുടെ മേലുണ്ടായിരുന്ന വിശ്വാസം പൂർണ്ണമായും തകരാൻ തുടങ്ങി. വ്യൂസിനായി ഇത് ആസൂത്രിതമായി ചെയ്തതാകാം എന്ന സംശയം കേരള ജനതയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതുമാത്രമല്ല, ദീപക് ജീവിച്ചിരിക്കുമ്പോൾ പോലീസിൽ പരാതി നൽകാതിരുന്ന ഷിംജിത അദ്ദേഹം മരിച്ചതിന് ശേഷം മാത്രമാണ് ഒരു പരാതി നൽകുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ദീപകിന്റെ കുടുംബവും ഷിംജിതയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഈ ഒരു കേസ് 2 കോണിൽ നിന്നും അന്വേഷിക്കാൻ തുടങ്ങി. ഒന്നാമത്തേത്, ഷിംജിത ഉന്നയിച്ച ഈ ലൈംഗിക പീഡന ആരോപണം സത്യമാണോ? 2,
ആധാരമില്ലാതെ ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ച് അദ്ദേഹത്തെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചു എന്നത്. ഇതോടെ ഈ ഒരു വിഷയം കേരളം മുഴുവനും ഭീകരമായി വൈറലായി. പുരുഷന്മാർ മാത്രമല്ല, പല സ്ത്രീകൾ പോലും ഷിംജിത ജയിലിൽ പോകണം, ദീപകിന്റെ മരണത്തിന് അവളാണ് ഉത്തരവാദി എന്ന് തുറന്ന് പറയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ദീപകിന്റെ മരണം ഒരു വ്യക്തിയുടെ നഷ്ടം മാത്രം അല്ല, ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ സംസ്കാരം നടത്തിയ ഒരു ഡിജിറ്റൽ കൊലപാതകം എന്ന് തന്നെ പറയാം. ഇന്നൊരു വീഡിയോ വൈറലായാൽ നമ്മൾ ഉടൻ തന്നെ അത് ഷെയർ ചെയ്യുന്നു, അതിൽ എന്തൊക്കെയോ കമന്റ് ചെയ്യുന്നു. പക്ഷെ ആ വീഡിയോയിലുള്ള യഥാർത്ഥ സത്യം എന്താണ്, ആ വീഡിയോ ഒരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ഒരു നിമിഷം പോലും നമ്മൾ ചിന്തിക്കാറില്ല. സ്ത്രീകൾക്ക് സുരക്ഷ വേണം എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ ഭേദവും ഇല്ല. ബസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തീർച്ചയായും തടയപ്പെടണം. പക്ഷേ ആ സുരക്ഷയെ തന്നെ ഒരു ആയുധമായി, വ്യൂസിനായി അല്ലെങ്കിൽ ഒരു നിമിഷത്തെ പ്രശസ്തിക്കായോ ഒരു മനുഷ്യനെ പൊതുവേദിയിൽ അപമാനിക്കുന്നത് എത്ര വലിയ പാപമാണെന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ സംഭവം നമുക്ക് പഠിപ്പിക്കുന്ന ഒരേ ഒരു വലിയ പാഠം ഇതാണ്: ഉടൻ വരുന്ന ആരോപണങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. നിയമവും പോലീസൊക്കെ എന്തിനാണുള്ളത്? ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക, നിങ്ങളുടെ തെളിവുകൾ അവിടെ സമർപ്പിക്കുക. എന്നാൽ അതുപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു മനുഷ്യനെ പൊതുവേദിയിൽ ഇങ്ങനെ നഗ്നനാക്കി പിടിച്ച് വിനോദം കാണുന്നത് ഒരു സാംസ്കാരിക സമൂഹത്തിന്റെ ലക്ഷണമേ അല്ല. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തെറ്റായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നു എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരുപാട് നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതേ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇന്ന് ദീപകിന്റെ ജീവനും എടുത്തത്. ഈ രണ്ടിനും ഇടയിലുള്ള അതിസൂക്ഷ്മമായ ഒരു രേഖ അതെന്തെന്നറിയണ്ടേ? അത് നമ്മൾ തന്നെയാണ്. ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് എല്ലാം ആശ്രയിച്ചിരിക്കുന്നത്. ഒരു പോസ്റ്റിന് ആദ്യം വരുന്ന ഒരു 10 മുതൽ 50 കമന്റുകൾ അതെങ്ങനെ ഉണ്ടാകുമോ, പിന്നീടുള്ള ഭൂരിഭാഗം കമന്റുകളും അതേ ദിശയിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഒരു കാര്യത്തെ കണ്ടയുടനെ അതിന്റെ പശ്ചാത്തലം പോലും അന്വേഷിക്കാതെ വിധി പറയുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഇവൻ തെറ്റ് ചെയ്തല്ലോ, ഇവൻ മരിക്കട്ടെ, ഇവൻ ചത്താൽ മതി എന്നൊക്കെ കമന്റ് ചെയ്യുന്നത് ഇന്ന് വളരെ സാധാരണമായി മാറിയിരിക്കുന്നു. എന്തിന്, നമ്മുടെ ചാനലിൽ പോലും അങ്ങനെയുള്ള കമന്റ്സുകൾ കാണാൻ സാധിക്കും. അതൊക്കെ കാണുമ്പോൾ എനിക്കും വല്ലാത്ത വിഷമം ഉണ്ടാകും. ഇതുപോലെയാണ് ഈ നടുവിൽ നിൽക്കുന്ന യാഥാർത്ഥ്യം കാണാൻ ആരും തയ്യാറാകില്ല. വൈറൽ വീഡിയോയ്ക്കായി മറ്റുള്ളവരെ അപമാനിക്കാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മളും അതിന് തീറ്റ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സോഷ്യൽ മീഡിയ ഇന്ന് നിങ്ങളെ നല്ലവനാക്കാം, നാളെ അതേ വായ കൊണ്ട് നിങ്ങളെ ദുഷ്ടനാക്കാം. ആലോചിച്ച് ശാന്തമായി സംസാരിക്കാൻ ഇവിടെ ആരും തയ്യാറല്ല. ദീപക് ഇന്ന് ജീവനോടെ ഇല്ല. പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ പോലും അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. പക്ഷേ ഷിംജിത ഇപ്പോൾ തന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി പോയി. ഈ വീഡിയോ ഒരു 2 ദിവസത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യും. നാളെ മറ്റൊരു വീഡിയോ വൈറലാകും. വേറൊരു കേസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. വേറൊരു മനുഷ്യനെ ചീത്ത പറയും. പക്ഷേ ദീപകിന്റെ 70 വയസ്സുള്ള അമ്മയുടെ കണ്ണീരിന് മറുപടി പറയാൻ ആരും ഉണ്ടാവുകയില്ല. ദയവ് ചെയ്ത് ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഒരു കമന്റ് ഒരു മനുഷ്യന്റെ ജീവൻ പോലും എടുക്കാമെന്ന് ഒരു നിമിഷം ചിന്തിക്കുക. കാരണം ഇന്ന് എവിടെ നോക്കിയാലും ഈ ഇക്വാലിറ്റി എന്ന വാക്ക് വളരെ അധികം കേൾക്കുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യത്തിൽ ഉണ്ടോ? ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കി വിരൽ ചൂണ്ടിയാൽ ഉടനെ ആ പുരുഷൻ കുറ്റവാളി എന്ന ഒരു മനോഭാവം സമൂഹത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. എല്ലാ പുരുഷന്മാരും മഹായോഗികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബസ്സിലും ട്രെയിനിലും സ്ത്രീകളോട് തെറ്റായി പെരുമാറുന്ന നീചന്മാരായ പുരുഷന്മാർ ഇന്നുമുണ്ട്. അത് ആരും നിഷേധിക്കുന്നില്ല. അതെത്ര കാലം കഴിഞ്ഞാലും മാറുമോ എന്നും അറിയില്ല. നമ്മൾ നമ്മുടെ ആൺമക്കളെ ശരിയായി പഠിപ്പിച്ച് വളർത്തുന്നിടത്തോളം കാലം. പക്ഷെ ഇവിടെയുള്ള ആ ചില മൃഗങ്ങളുടെ കുറ്റത്തിന് ദീപക് പോലുള്ള ഒരു തരത്തിലും തെറ്റ് ചെയ്യാത്ത നിരപരാധികളായ പുരുഷന്മാർ എന്തിന് ശിക്ഷിക്കപ്പെടണം? സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ നിയമങ്ങളുണ്ട്. അവയെല്ലാം തീർച്ചയായും ആവശ്യവുമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ആ നിയമങ്ങൾ സംരക്ഷണ ആയുധമായല്ല, പകരം പ്രതികാര ആയുധമായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. സ്ത്രീധന പീഡന കേസുകളിൽ തുടങ്ങി വിവാഹമായ സ്ത്രീകൾ ഭർത്താവിനെതിരെ തെറ്റായ ഫിസിക്കൽ വയലൻസ് പരാതികൾ നൽകി ഡിവോഴ്സ് വാങ്ങി മാസം തോറും സെറ്റിൽമെന്റ് വാങ്ങുന്നത് വരെ എത്രയോ കള്ളക്കേസുകൾ ഇന്നും കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. എത്ര കേസുകളാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? ആ കേസുകൾക്ക് ഒരു അവസാനവും. പക്ഷേ ഈ നിയമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കായി നിർമ്മിച്ചതാണ്. അത് തെറ്റായി ഉപയോഗിക്കുന്ന ചിലർ കാരണം യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പോലും നീതി കിട്ടാതെ പോകുന്നു. ഈ ഇക്വാലിറ്റി എന്നത് 2 വശത്തും സമത്വം ഉണ്ടാകണം. കുറ്റം ചെയ്താൽ അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ശിക്ഷ ഒരുപോലെ ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരു വീഡിയോ വന്നാൽ മതി, പുരുഷനാണ് കുറ്റവാളി എന്ന് നമ്മളെടുക്കുന്ന തീരുമാനമാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം.
ഈ കാഴ്ചപ്പാടൊക്കെ എപ്പോൾ മാറുമെന്നേ അറിയില്ല. ഇനി നിങ്ങൾ തന്നെ പറയുക, ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളെടുത്ത തീരുമാനം ഇപ്പോൾ മാറിയോ? ഈ 29 സെക്കൻഡ് വീഡിയോയിൽ നിങ്ങൾ കണ്ട ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് കുറ്റവാളിയായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു സിസ്റ്റം കൊന്ന നിരപരാധിയായി തോന്നുന്നുണ്ടോ? കോടതി വിധി പറയുന്നതിന് മുൻപ് നമ്മൾ തന്നെ ന്യായാധിപരാകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എഴുതുന്ന ഓരോ കമന്റും ഒരു ജീവൻ എടുക്കുന്ന തൂക്കുകയറാകാനുള്ള സാധ്യതയുണ്ട്. ദീപകിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുതൽ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിന് മുൻപ്, അതിന് കീഴിൽ തെറ്റായ കമന്റ് എഴുതുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിച്ച ശേഷം മാത്രം കമന്റ് ചെയ്യുക. ഇനിയെങ്കിലും മനുഷ്യരാകാം. ആദ്യം അന്വേഷിക്കാം, പിന്നെ മാത്രം പങ്കുവയ്ക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം.